ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡിൻ്റെ പീസുകൾ എടുത്തിട്ടുണ്ട്. ഒരു 4 ബ്രെഡ് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ സൈഡ് വശം എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എല്ലാ ബ്രെഡ് പീസും ഞാൻ സൈഡ് വശം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ 2 കഷ്ണമായിട്ട് മുറിച്ചെടുക്കണം. 2 കഷ്ണമാകുമ്പോൾ അത് കറക്റ്റ് വലിപ്പമായിട്ട് നമുക്ക് കിട്ടും. കണ്ട, ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. ഇനി ഒരു പാനിലേക്ക് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി തിളച്ച് വറ്റി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇത് കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഈ ബ്രെഡ് കഷ്ണങ്ങൾ ഇട്ടിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. കണ്ട, ഇതുപോലെ 2 സൈഡും നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വിധത്തിൽ പൊരിച്ചെടുക്കുക കേട്ടോ. വറുത്ത് കഴിഞ്ഞിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് തന്നെ അത് ഇട്ട് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് സോഫ്റ്റായി പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം ഞാൻ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ബ്രെഡ് കഷ്ണം ആ പഞ്ചസാര സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് 1 മിനിറ്റ് മാത്രമേ ഇടാൻ പാടുള്ളൂ കേട്ടോ. കുറച്ച് നേരം ഇടാൻ പാടുള്ളൂ. കുറേ നേരം അതിൽ മുക്കി വെക്കരുത്. അപ്പോൾ അത് ആകെ സോഫ്റ്റായിട്ട് പൊടിഞ്ഞു പോകും കേട്ടോ. പിന്നെ എൻ്റെ കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ. ഇപ്പോൾ എല്ലാ ബ്രെഡ് കഷ്ണങ്ങളും ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. കണ്ട, ഇതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ ആ ഒരു ബ്രെഡിൻ്റെ കഷ്ണം എടുത്തിട്ട് ഈ വിപ്പിംഗ് ക്രീമിൻ്റെ മിശ്രിതം ഇതിൻ്റെ നടുക്കിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ കുറേ വെക്കേണ്ട, കുറച്ച് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് വേറൊരു ബ്രെഡ് പീസും കൂടി എടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ട, ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം നമുക്ക് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്കിത് കുറച്ച് നേരം തണുക്കാനായി ഫ്രിഡ്ജിലേക്ക് വെച്ച ശേഷം പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്നൊരു സ്നാക്സാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.